ശ്രീജിത്ത്, ഏറ്റവും ചുരുങ്ങിയ പക്ഷം കടകംപള്ളി സുരേന്ദ്രനിലേക്കെങ്കിലും ഈ അന്വേഷണം ചെന്നെത്തുമോ? കടകംപള്ളിയുടെ കത്ത് വാങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്, പത്മകുമാറിനെയും അതുപോലെ എൻ വാസുവിനെയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വാതിൽപ്പാളി, കട്ടിലപ്പാളി ഇതൊക്കെ അഴിച്ചുകൊണ്ട് പോകാനുള്ള അനുമതി കൊടുക്കുന്നത്. മാത്രമല്ല അതിൽ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ടും അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇത് തെളിയിക്കാൻ പറ്റുന്ന ആ കത്ത് ഒന്നും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല അത് കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പത്മകുമാറിൻ്റെ മൊഴി എന്താണെന്നറിയില്ല. കാരണം 4 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്തിട്ടുള്ളൂ. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക്, അല്ലെങ്കിൽ അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ്, സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പത്മകുമാർ തുറന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് നേരത്തെ RV ബാബു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ? പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം തെളിയിക്കുന്ന പലതും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീ അനിൽ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം റിമാൻഡിലാകുന്ന സമയത്ത് അവിടെ SIT സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് എന്താണ് എന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ഭാഗികമായിട്ടുള്ള ഒരു ഭാഗം പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് പത്മകുമാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണി. അതായത് ഈ തീരുമാനങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയ്ക്ക് തിരുത്തുന്നതിനും സ്വന്തം കൈപ്പടയിൽ തിരുത്തുന്നതിനും അത് തൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനുമതി നൽകുന്നു, അതായത് ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനമായിട്ട് ഇറക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്, പത്മകുമാറിന് മാത്രമാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മറ്റുള്ള SIT ഫൈൻഡിങ്സ് എന്നതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇനി ഒരു പക്ഷേ കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്ത്, കോടതിയുടെ ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് മാത്രമായിരിക്കാം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിലവിൽ ഒരു ഗ്രേ ഏരിയ എന്ന രീതിയിൽ നിൽക്കുന്ന കുറേയധികം ഭാഗങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്രത്തോളം കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടത് നോക്കുമ്പോൾ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള 2 റിപ്പോർട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാധ്യമ സ്ഥാപനങ്ങളായിട്ടുള്ള മാതൃഭൂമിയിലും മനോരമയിലും കണ്ടത്. ഇപ്പോൾ മനോരമയിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അനുസരിച്ച് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള, ഈ തിരുത്തലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അതിൽ പത്മകുമാറിന് മാത്രമാണ്. പത്മകുമാറിനെതിരായിട്ടുള്ള മൊഴി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ മുന്നിൽ പരിഗണനയ്ക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഉള്ളത് സ്വർണം പൂശിയിരിക്കുന്ന പാളികൾ, ചെമ്പ് പാളികൾ എന്നാണ് എങ്കിൽ അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് ഇതിന് പുറത്തേക്ക് വീണ്ടും സ്വർണം പൂശണം, അതായത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് പാളികളാണ്, അതിന് പുറത്തേക്ക് സ്വർണം പൂശണം എന്നുള്ളതായിരുന്നു സെക്രട്ടറിയുടെ നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും അതാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു പുറമെ സ്വന്തം കൈപ്പടയിൽ എന്തോ പച്ചമഷി പേന വെച്ചിട്ട് അത് ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയും ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത് പത്മകുമാറാണ് എന്നുള്ള മൊഴിയാണ് അദ്ദേഹത്തിനെതിരെ എന്നാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ പറയുന്നതനുസരിച്ച് പിത്തള എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്തിലും പിത്തള എന്നുള്ളൊരു പരാമർശമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് പിത്തള എന്നുള്ള ഒരു ഭാഗത്തിനെ വെട്ടിയിട്ടാണ് അവിടെ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് എന്ന് എഴുതുന്നതിന് പകരം ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിന് തന്നെ ഈ പിത്തളയുടെ നിറം സ്വർണത്തിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന നിറമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഒറിജിനലി പിത്തളയായിട്ട് വന്നത്, പിത്തള എന്ന് എഴുതി വന്നിരിക്കുന്നത് എന്നും, എന്നാൽ അത് ഒരു പക്ഷേ പിത്തള പൂശിയതാണോ അവിടെ ഉള്ളത്, അത് ചെമ്പെന്ന് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സജഷൻ ഈ പത്മകുമാർ തന്നെ മുന്നോട്ട് വെച്ചു എന്നും അതിനെ മറ്റ് ഭരണസമിതിയിലെ അംഗങ്ങൾ അതിനെ അംഗീകരിച്ചു എന്നുമാണ് മാതൃഭൂമിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് സത്യം എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി ഈ വിഷയത്തിലുണ്ട്. തന്നെയുമല്ല, ഈ കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ ഈ ഭരണസമിതിയിലുള്ള മറ്റ് അംഗങ്ങൾ എന്തായാലും കാണേണ്ടതാണ്. ശങ്കർദാസും മറ്റുള്ള അങ്ങനെ 2 പേരുണ്ടല്ലോ. അപ്പോൾ ഈ 2 ആൾക്കാരും നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. അതെ, അത് നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള എല്ലാ ആക്ഷനുകളിലും, അതായത് ഇതിന് വലിയ കാലതാമസം കൊണ്ട് ഏതാണ്ട് ഒരു 1.5 മാസത്തോളം
സമയം ഇത് ഭാരത പര്യടനമൊക്കെ നടത്തിയിട്ടാണ് അവസാനം ഇത് ചെന്നൈയിൽ പോയത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് ഇതൊക്കെയാണോ നമ്മൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതില്ല എന്നവർക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മൂല്യവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കേവലം ഇപ്പോൾ 2.5 കിലോ സ്വർണ്ണമാണ് അല്ലെങ്കിൽ 4 കിലോ സ്വർണ്ണമാണ് എങ്കിൽ അത്രയും സ്വർണം എടുത്ത് വിറ്റിട്ട് അന്നുണ്ടായിരുന്ന വിപണി വില ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി കുറേയധികം ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും എല്ലാം കൂടെ വീതിച്ചെടുക്കുകയാണ് എങ്കിൽ ഒരാളിന് കിട്ടുന്ന ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതായത് ഒരാൾക്കിപ്പോൾ ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ രൂപ കിട്ടിയാലും അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിസ്ക് അല്ല അവരെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതല്ല അവരുടെ ഉദ്ദേശം. അവിടെയാണ് ഈ സുഭാഷ് കപൂർ മോഡലൊക്കെ പ്രസക്തമാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഇതിന് സ്വർണത്തിന്റെ മൂല്യത്തിനേക്കാൾ കൂടുതലായിട്ട് അതിന് വിശ്വാസപരമായിട്ടുള്ള അതിന്റെ പഴക്കവുമായി ബന്ധപ്പെട്ട അത് എവിടെ ഇരുന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ മൂല്യമുണ്ട്. ആ മൂല്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇത് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ ഒന്ന് കൊണ്ടുവയ്ക്കണം എന്ന് നടൻ ജയറാം പറഞ്ഞതായിട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. അത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തുള്ള വസ്തുവായിരുന്നു എന്നുണ്ടെങ്കിൽ ജയറാം അത് പറയില്ല. അപ്പൊ ഇത് ശബരിമലയിലെ ശ്രീകോവിലിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ്, അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ് എന്നതാണ് അതിന്റെ വിശ്വാസപരമായിട്ടുള്ള മൂല്യം. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടുപോയതിനു ശേഷം 39 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെന്നൈയിൽ എത്തിക്കുന്നത് എങ്കിലും ആ സമയത്ത് തന്നെ റെഡിലി 4.5 കിലോ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ന്യായമായിട്ട് സംശയിക്കാൻ കഴിയുന്നത് ഇത് ഒരു റെപ്ലിക്ക ആയിരിക്കാം ഇവിടെ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറിജിനലിന്റെ കുറെ ഭാഗം എവിടെ നിന്നെങ്കിലും ഉരുക്കിയെടുക്കുകയോ എന്തെങ്കിലും രീതിയിലത്തേക്ക് മാറ്റിയിട്ടുണ്ടാകാം എന്നാവും. അങ്ങനെയെങ്കിൽ ഇത് വിൽക്കണമെങ്കിൽ അതിന് വിശ്വാസപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറയുന്നത് കോടികളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ആളിനും കിട്ടുന്ന ബെനഫിറ്റ്, അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ റിസ്കിന് പ്രൊപ്പോർഷനേറ്റ് ആണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള വലിയൊരു ക്രൈം നടത്തണമെങ്കിൽ അതിന് ദേവസ്വത്തിലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഈ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ഭരണസമിതിയിലെ പ്രസിഡന്റും ഒക്കെ മാത്രം വിചാരിച്ചാൽ മതിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതിന് ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കണം, ഇതിന് റെപ്ലിക്ക കണ്ടുപിടിക്കണം, ഇത് വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തണം, ഇതിന്റെ ട്രേഡ് നടത്തി കിട്ടുന്ന പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുണ്ടാകണം. അപ്പൊ അതിന് മാഫിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകണം. അതിന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു പത്മകുമാറിൽ വരെ നിന്നാൽ ഈ പരിപാടി ഒന്നും നടക്കില്ല. പത്മകുമാർ സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് ആലില പോലെ പല വിഷയങ്ങളിലും വിറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഹൈസ്റ്റൊക്കെ ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്കറിയാം. അത് വാസുവിനുമില്ല, നമ്മൾ ഈ പറയുന്ന സുധീഷ് കുമാറിനോ ബൈജുവിനോ ഒന്നും തന്നെ ഇല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീരെയുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് ബാഹ്യമായിട്ടുള്ള ഒരു ഗാർഡിയൻ ആയിട്ടുള്ള ഒരാളുണ്ടാവണം. ആ ഗാർഡിയന്റെ അല്ലെങ്കിൽ ആ ഗോഡ് ഫാദറിന്റെ താല്പര്യത്തിലാവണം ഈ പരിപാടികൾ മുഴുവൻ നടക്കുന്നത്. അതിന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ തന്നെ ഉണ്ടാകണം. ഇപ്പോ ശ്രീ കെ ജയകുമാർ അദ്ദേഹം ഇപ്പോൾ ദേവസ്വത്തിന്റെ അധ്യക്ഷനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിരുന്ന ഒരു അഭിമുഖമുണ്ട്. അപ്പോൾ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ശരിയായ ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ശബരിമലയിൽ സത്യത്തിൽ ഈ കൊള്ള നടന്നിട്ടില്ല, പകരം ആ നടന്നിരിക്കുന്ന കാര്യം, ആ കൊള്ള എന്ന് പറയുന്നതിനെ ലെജിറ്റിമൈസ്ഡ് ആയിട്ട്, അതായത് ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നടന്നിരിക്കുന്നത്. അതായത് അവിടെ ഒരു അറ്റകുറ്റപ്പണിയുടെ ആവശ്യമുണ്ട്, ആ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കണ്ടെത്താം, ആ സ്പോൺസർ ഇന്നയാളാണ്, ആ സ്പോൺസർ ഇത് കൊണ്ടുപോകുന്ന ഇന്ന സ്ഥലത്തേക്കാണ്, നമുക്കതിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പരിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു കൊണ്ടുവരും. ഇനി അത് സന്നിധാനത്തിന് പുറത്തേക്ക് നിലവിലത്തെ നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളും ലംഘിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന് ഒരു എക്സെപ്ഷൻ അപ്രൂവൽ വേണം. ആ അപ്രൂവലിന് പോകാതെ തന്നെ അപ്രൂവൽ കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് ഭരണസമിതിയാണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രേഖകളിൽ പ്രൊസീജിയറലായിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാകണം. ആ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിലുള്ള ആൾക്കാരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, 2018-19 ഇത് തുടങ്ങിയിരിക്കുന്ന ഒരു കട്ടളയിലോ ശ്രീകോവിലിന്റെ വാതിലിലോ ശ്രീകോവിലിന്റെ പുറത്തുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിരിക്കുന്ന പാളികളിലോ അതിന് താഴെയുള്ള താങ്ങുപീഠത്തിലോ ഇനി അവിടെയുള്ള മറ്റേതെങ്കിലും സ്വർണ്ണപ്പാളികളിലോ ആണെങ്കിൽ ഇത് ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ഈ ഭരണസമിതി മാറി വന്നു, പ്രസിഡന്റ് മാറി വന്നു, ഉദ്യോഗസ്ഥർ മാറി വന്നു, പക്ഷെ പോറ്റിയും ഈ സ്മാർട്ട് ക്രിയേഷൻസിന് മാറ്റമില്ലാതെ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വേറൊരു ശക്തി ഉണ്ടാകണം. അത് പത്മകുമാർ അല്ല. പത്മകുമാർ പൊടിയും തട്ടിപ്പോയി 2018 ശേഷം 19 ശേഷം അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞിട്ട് വാസു വരുന്ന സമയത്തേക്ക് അദ്ദേഹം അവിടെ നിന്ന് പോയില്ലേ. അപ്പോൾ പിന്നീടും ഈ കാര്യം അതേപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഇതിന്റെ ഡിസൈൻ തയ്യാറാണ്. എങ്കിൽ അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ, അത് ഇങ്ങനെ 6 കൊല്ലമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ നടത്തണമെങ്കിൽ
പല ഉദ്യോഗസ്ഥർ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇത് ഒരു പ്രശ്നമാണ് എന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറോ ഏതെങ്കിലും അവിടെ വന്നിരിക്കുന്ന ഒരു തിരുവാഭരണം കമ്മീഷണറോ ഒരു ദേവസ്വം കമ്മീഷണറോ ഭരണസമിതിയിലുള്ള ഏതെങ്കിലും ഒരു അംഗമോ ഒന്നും തന്നെ ഈ ഒരു പണി വീണ്ടും വീണ്ടും ഇതേപടി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു റെഡ് ഫ്ലാഗ് ഇല്ല. ആകെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരൊറ്റ റെഡ് ഫ്ലാഗ് മാത്രമേ ഉള്ളൂ. അത് PS പ്രശാന്ത് ദേവസ്വത്തിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണറാണ് പറയുന്നത്, നോക്കൂ ഇത് ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകണ്ട, കാരണം അവർക്ക് ഇതിന്റെ ടെക്നിക്കൽ നോഹ ഒന്നുമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗത്തിൽ വേണം ഇതിൽ സ്വർണം പൂശുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫയലിൽ എഴുതുകയാണ്. പക്ഷെ അങ്ങനെ എഴുതിയിരിക്കുന്ന ഇതിൽ ഭിന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു ഉദ്യോഗസ്ഥൻ 8 ദിവസം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റി. അപ്പൊ എങ്ങനെയാണ് ഈ 8 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിനുള്ള ടെക്നിക്കൽ നോഹ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത്, ട്രഡീഷണൽ മാർഗത്തിൽ ഇത് വേണ്ട എന്ന് കണ്ടെത്തുന്നത്? അദ്ദേഹത്തിന് ഈ അഭിപ്രായം ഫയലിൽ എഴുതിയിരിക്കുന്ന അഭിപ്രായം ഫയലിൽ മാറ്റിപ്പിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. അത് എന്തായാലും പത്മകുമാർ അല്ല, സംശയമില്ലല്ലോ. കാരണം പത്മകുമാർ അപ്പോൾ അവിടെ ഇല്ല. അപ്പം മറ്റാരോ ആണ്. ആ ആൾ ആരാണ്? PS പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഈ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു ധൃതി ഉണ്ടാക്കിയെന്ന് കോടതിയാണ് പറയുന്നത്. അത് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമല്ല, അത് പറയുന്നത് ഇവിടുത്തെ BJP-ക്കാരല്ല, അത് പറയുന്നത് കോടതിയാണ്. ഈ ധൃതി അനാവശ്യമായിരുന്നു. സീസൺ സമയത്തിന് മുന്നോടിയായിട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശി ഈ പാളികളെല്ലാം തന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരണം, അതിന് അർജന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അർജൻസി ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ് എന്ന് രേഖകളിൽ പറയുന്നുണ്ട്. അതാരാണ്? അത് PS പ്രശാന്താണ്. കാരണം അവിടെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന കമ്മ്യൂണിക്കേഷനിൽ പറയുന്നുണ്ട്, ഇത് ഈ സീസൺ സമയത്തിന് മുൻപേ തന്നെ അറ്റകുറ്റപ്പണി ചെയ്ത് പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കണം എന്ന് പ്രസിഡന്റിന്റെ നിർദ്ദേശമുണ്ട്. അതേ തുടർന്നാണ് ഈ കാര്യം നടത്തുന്നത്. പക്ഷെ എന്നിട്ട് ആ നിർദ്ദേശത്തിനും ആ ധൃതിക്കും അനുസരിച്ച് കാര്യം നടന്നില്ല എന്നതുകൊണ്ടാണ് കോടതി പറയുന്നത്, നോക്കൂ അങ്ങനെ ഒരു ധൃതി ഉണ്ട് എന്ന് പറഞ്ഞത് വ്യാജമാണ്, അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, PS പ്രശാന്ത് ഇരുന്ന ഏറ്റവും അടുത്ത കാലയളവിൽ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ധൃതി ഉണ്ടാക്കുകയും എന്നിട്ട് ഈ തിരുവാഭരണം കമ്മീഷണർ ഫയലിൽ എഴുതിയിരിക്കുന്ന അഭിപ്രായം 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ വിചിത്രമായ കാരണത്താൽ അദ്ദേഹം തന്നെ തിരുത്തുകയും, ഒപ്പം കോടതി പറയുന്നു 2019 നടത്തിയിരുന്ന തട്ടിപ്പ് പിടിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതൊരു കാരണവശാലും പുറത്താകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2024-ലും 2025-ലും ഇതേ മാർഗം അവലംബിച്ചത് എന്ന് പറഞ്ഞാൽ പത്മകുമാർ അവിടെ ചിത്രത്തിലില്ല, വാസു അവിടെ ചിത്രത്തിലില്ല, ആൾക്കാരൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഈ തട്ടിപ്പ് തുടരുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ തട്ടിപ്പിനെ സ്പോൺസർ ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ വലിയ ഒരു സൂപ്പർ സ്പോൺസർ ഇതിന് പിന്നിലുണ്ട്. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടാകും, അവർക്ക് മാഫിയ സ്വാധീനമുണ്ടാകും, അവർക്ക് മറ്റെല്ലാ തരത്തിലുമുള്ള സ്വാധീനമുണ്ടാകും. അതുകൊണ്ടാവും ഒരാളും അഭിപ്രായം ഇതിനെതിരായിട്ട് പറയാത്തതും ഇത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണെന്ന് ഒരാൾക്കും തോന്നാത്തതും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഓഡിറ്റും മറ്റു കാര്യങ്ങളും ഇവിടെയാണ്. തിരുവാഭരണ കമ്മീഷണർ അല്ലേ അവിടുത്തെ സ്വർണത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഈ കാര്യങ്ങളിലൊന്നും ഒരാൾക്കും ഒരു അഭിപ്രായവും തോന്നാത്ത അതുകൊണ്ടാണ്. ഇതെല്ലാം തന്നെ നടത്തിയതിന് ശേഷം ബാക്കി എന്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഒരു കത്തയക്കുന്ന സമയത്ത് ആ സ്വർണം എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പോലും വാസു ചോദിച്ചില്ല. അത് വിചിത്രമല്ലേ? ഐ ഹാവ് സം ഗോൾഡ് എന്നാ പറയുന്നത്. ആ സം ഗോൾഡ് എത്രയാ ചേട്ടാ? 1 ഗ്രാമാണോ 10 ഗ്രാമാണോ 10 പവനാണോ എത്രയാ ഉള്ളതെന്ന് ചോദിക്കുന്നില്ല. പകരം എന്താ ചെയ്തത്? അതിൽ ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരോട് പറയുകയാണ്. അപ്പൊ കോടതി പറയുന്നത് പോലെ അനധികൃതമായിട്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും അദ്ദേഹം സ്വീകരിച്ചില്ല. പ്രശാന്തിന്റെ കാലത്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ തന്നെ ഏതാണ്ട് 60 പവനോളം സ്വർണം തിരിച്ചു തരാതെ കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നതിനെ കുറിച്ച് പ്രശാന്ത് അടക്കമുള്ള ഭരണസമിതിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നിട്ടും ഇത് വീണ്ടും അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയുടെ വലി, നമുക്കൊരു സൂപ്പർ സ്പോൺസർ പുറത്തുണ്ട്. ആ സ്പോൺസർ ആരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പത്മകുമാറിനും വാസുവിനും മുകളിലേക്ക് അന്വേഷണം പോയേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇതിന്റെ സത്യസന്ധതയെക്കുറിച്ച് ഭക്തർക്കും നാട്ടുകാർക്കും മൊത്തത്തിലും വിശ്വാസ്യത ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്.